T20 ലോകകപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം ജയം. നമീബിയയെ 93 റൺസിന് തകർത്തു. 210 റൺസ് പിന്തുടരുന്ന നമീബിയ 116 റൺസിന് പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3 വിക്കറ്റ് വീഴ്ത്തി. വിനേഷ് കുഞ്ഞിരാമൻ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ആവേശകരമായ രണ്ടാം ജയം ഇന്ത്യക്ക്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല, അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. നമീബിയയെ ഏകപക്ഷീയമായ മത്സരത്തിൽ തകർത്തുകൊണ്ട് ഇന്ത്യ 2020 ലോകകപ്പിലെ തുടർച്ചയായ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ USA തോൽപ്പിച്ച ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിൽ വിജയം മാത്രം പ്രതീക്ഷിച്ച് തന്നെയാണ് കളത്തിലിറങ്ങിയത്. കാരണം അടുത്ത മത്സരം പാകിസ്ഥാനെതിരെയാണ്. കൊളംബോയിൽ പാകിസ്ഥാനെതിരെ 15-ാം തീയതി അവരെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിനൊരു മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ മത്സരത്തെ കൃത്യമായും ഇന്ത്യ സമീപിച്ചിട്ടുമുള്ളത്. ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. സഞ്ജു വി സാംസൺ ലോകകപ്പിൽ 2020 ലോകകപ്പിൽ അരങ്ങേറുന്നതിന് ഇന്ന് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചു. ഓപ്പണറായി തന്നെ സഞ്ജു ഇറങ്ങുകയും ചെയ്തു. നല്ലൊരു തുടക്കം സഞ്ജുവിന് ലഭിക്കുകയും ചെയ്തു. 3 സിക്സറുകളും ഒരു ബൗണ്ടറിയും നേടി 22 റൺസ് എടുക്കുകയും ചെയ്തു. 8 പന്തിൽ നിന്ന് 22 റൺസാണ് സഞ്ജുവിന് എടുക്കാൻ കഴിഞ്ഞത്. നല്ലൊരു തുടക്കം ലഭിച്ചു. അതിനുശേഷം ഇഷാൻ കിഷന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും അർദ്ധ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 209 എന്നുള്ള മികച്ച സ്കോറിലേക്ക് 20 ഓവറിൽ എത്തുകയും ചെയ്തു. ആ 209 റൺസ് കുറിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ വിജയം സുരക്ഷിതമായിരുന്നു, ഉറപ്പായിരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കണമായിരുന്നു നമീബിയക്ക് വിജയിച്ച് കയറാൻ വേണ്ടി. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ബൗളർമാർ കണിശതയോടുകൂടി തന്നെ പന്തെറിയുന്നതും കണ്ടു. വരുൺ ചക്രവർത്തി 2 ഓവറിൽ വെറും 7 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴുന്നുണ്ട്. ആ വരുൺ ചക്രവർത്തിയുടെ സ്പിൻ ബൗളിങ്ങിനെ, ആ രീതിയിൽ മികച്ച ക്വാളിറ്റി ബൗളിങ്ങിനെ നേരിട്ട് പരിചയമില്ലാത്ത നമീബിയൻ ബാറ്റർമാർക്ക് വരുൺ ചക്രവർത്തിയെ നേരിടാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും 2 വീതം വിക്കറ്റും നേടി. ഹാർദിക് പാണ്ഡ്യ ഒരു ഘട്ടത്തിൽ ഹാട്രിക്കിന് അടുത്തുമെത്തിയതാണ്. പക്ഷേ 3ാമത്തെ പന്തിൽ വിക്കറ്റ് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹാട്രിക്ക് നഷ്ടമാവുകയും തുടർച്ചയായ 2 പന്തുകളിൽ അദ്ദേഹം വിക്കറ്റ് നേടുകയും ചെയ്തു. ഒടുവിൽ 18.2 ഓവറിൽ 116 റൺസിൽ നമീബിയയുടെ പോരാട്ടം അവസാനിക്കുകയും ചെയ്തു. ഏതായാലും ഒരു മലയാളി കൂടി ലോകകപ്പ് വേദിയിൽ അരങ്ങേറുന്നത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ മത്സരം അവസാനിച്ചിട്ടുള്ളത്. ഇനി പാകിസ്ഥാനെതിരായ മത്സരമാണ്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ 2 മാറ്റങ്ങളുമായാണ് കളിക്കാൻ ഇറങ്ങിയത്. അഭിഷേക് ശർമ്മയ്ക്ക് പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിഷേകിന് പകരം സഞ്ജു വി സാംസൺ ആദ്യ ലെവലിലെത്തി. പനി മാറി തിരിച്ചെത്തിയ ജസ്പ്രീത് ബുംറ ഇന്ന് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ബുംറ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചു. പകരം മുഹമ്മദ് സിറാജിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. ഇനിയിപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ സഞ്ജുവിന് ഒരു അവസരം കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ ആരാധകരെല്ലാവരും ഉറ്റ് നോക്കുകയും ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും ആ ആരോഗ്യാവസ്ഥയെക്കുറിച്ച്, അഭിഷേക് ശർമ്മയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഇല്ല. പനി മാറി ഡിസ്ചാർജായി എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ പൂർണ്ണമായും ഒരു കായികക്ഷമത വീണ്ടെടുക്കുമോ അദ്ദേഹം എന്ന് നമുക്കറിയില്ല. ഏതായാലും സഞ്ജുവിന് ഒരിക്കൽ കൂടി അവസരം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുക. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെ മോശമാക്കിയെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം 22 റൺസ് മറ്റൊരു താരമായിരുന്നെങ്കിൽ ഒരുപക്ഷേ അല്പം മുട്ടിക്കളിച്ച് ഒരു അർദ്ധ സെഞ്ചുറിക്ക് വേണ്ടിയൊക്കെ കളിച്ചേനെ. പക്ഷേ അഭിഷേക് ശർമ്മ എങ്ങനെയാണോ ഇന്ത്യക്ക് ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകുന്നത്, ആ രീതിയിൽ തന്നെ ഇന്ന് സഞ്ജു ബാറ്റ് ചെയ്തു. തൻ്റെ നിലനിൽപ്പിനപ്പുറത്തേക്ക് ടീമിൻ്റെ സ്കോറിന് വേഗം കൂട്ടുക, ടീമിന് വലിയൊരു സ്കോർ സമ്മാനിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഏതായാലും സഞ്ജുവിന് ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഉദ്ദേശം ഏതായാലും നടപ്പായിട്ടുണ്ട്. കാരണം പിന്നീട് വന്ന ഇഷാൻ കിഷനായാലും ഹാർദിക് പാണ്ഡ്യ ആയാലും എല്ലാവരും തന്നെ കൂറ്റിനടികളിലൂടെ ഇന്ത്യയുടെ സ്കോർ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്തു. വമ്പൻ ജയം 93 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുവാനും ഇന്ത്യക്ക് ഈ വിജയത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ്. വിനേഷ് കുഞ്ഞിരാമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.